റിപ്പബ്ലിക് ദിനാഘോഷവുമായി ഒമാനിലെ ഇന്ത്യൻ എംബസി. റിപ്പബ്ലിക് ദിനം ഒമാൻ സുൽത്താൻ ആശംസ നേർന്നു. ഒമാൻ കൃഷിക്കൂട്ടത്തിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റ് പോസ്റ്റർ പ്രകാശനം ശനിയാഴ്ച അൽ ഖുവൈറിൽ നടന്നു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ദേശസ്നേഹം പകർന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. പരിപാടിയിൽ ഒമാനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം പങ്കാളികളായി. അഹിംസയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്ന ഗാന്ധിജിയുടെ പൈതൃകത്തിന് ആദരാഞ്ജലി അർപ്പിച്ചായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. ഇന്ത്യൻ എംബസി ചാർജ് ഡി എഫേഴ്സ് താവിഷി ബഹാൽ പാണ്ഡെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ദേശീയ പതാക ഉയർത്തി. ഇന്ത്യൻ സ്കൂൾ മസ്കത്തിലെ വിദ്യാർത്ഥികൾ ദേശീയ ഗാനം ആലപിച്ചു. ഇന്ത്യൻ രാഷ്ട്രപതി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ വായിച്ചു. പോർബന്ദർ മസ്കത്ത് കന്യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ INSD കൗഡിന്യ പായ് കപ്പലിന്റെ കമാൻഡർ വൈ ഹേമന്ത്, കമാൻഡർ വികാസ് ചിയോരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ആശംസ നേർന്ന് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. ഓസ്ട്രേലിയയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഗവർണർ ജനറൽ സാം മോസ്റ്റിൻക്കും ആശംസ നേർന്നു. ഓസ്ട്രേലിയയുമായും ഇന്ത്യയുമായും ഒമാൻ സുൽത്താനെ ബന്ധിപ്പിക്കുന്ന സൗഹൃദ ബന്ധങ്ങളെ സുൽത്താൻ അഭിനന്ദിച്ചു. ഈ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ ഈ ബന്ധങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ആഗ്രഹവും സുൽത്താൻ വ്യക്തമാക്കിയതായി ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. ഒമാൻ കൃഷിക്കൂട്ടം ഒരുക്കുന്ന ഷാഹി ഫുഡ് ആൻഡ് സ്പൈസസ് ഹാർവസ്റ്റ് ഫെസ്റ്റ് മാർച്ച് 27 വൈകുന്നേരം ബജാൻ ഹൈറ്റ്സിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെസ്റ്റിന്റെ പോസ്റ്റർ പ്രകാശനം ശനിയാഴ്ച അൽ ഖുവൈർ മലബാർ ഡേയ്സ് റെസ്റ്റോറന്റിൽ നടന്നു. ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൽ സിനിമാ സീരിയൽ നടൻ വിനോദ് കോവൂർ മുഖ്യാതിഥിയായിരിക്കും. കൂടാതെ നാട്ടിൽ മികച്ച രീതിയിൽ കൃഷി ചെയ്ത് മാതൃകയായ വിൻസി ജെയിംസിന് പ്രകൃതി മിത്ര പുരസ്കാരം നൽകി ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പുരസ്കാരവും പ്രശസ്തി പത്രവും 25,000 ഇന്ത്യൻ രൂപയും അടങ്ങുന്നതാണ് പ്രകൃതി മിത്ര പുരസ്കാരം. അതോടൊപ്പം ഒമാൻ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച കർഷകനെ അല്ലെങ്കിൽ കർഷകയെ കണ്ടെത്തി അവർക്ക് ഒമാൻ കർഷകശ്രീ പുരസ്കാരം നൽകി ആദരിക്കും. അവാർഡിനൊപ്പം ഷാഹി ഫുഡ് ആൻഡ് സ്പൈസസ് സ്പോൺസർ ചെയ്യുന്ന 500,000 ഇന്ത്യൻ രൂപയുടെ പാരിതോഷികവും നൽകും. ചടങ്ങിൽ മുതിർന്ന കർഷകർക്ക് ആദരം എന്ന പേരിൽ ഒമാൻ കൃഷിക്കൂട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗങ്ങളായ കർഷകരെ ആദരിക്കും. കൂടാതെ പുരസ്കാര വിതരണ ചടങ്ങിന് ശേഷം പ്രശസ്ത ഗായകരായ രേഷ്മ രാഘവേന്ദ്രനും വിഷ്ണുവർദ്ധനും അവതരിപ്പിക്കുന്ന സംഗീത നിശ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഷൈജു വത്തോട്ടിൽ, അജീഷ് വാസു, രശ്മി സന്ദീപ്, അൻവർ CA, വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. UAE-യിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രാമധ്യേ ഹൃദയാഘാതം മൂലം മലപ്പുറം സ്വദേശി ഒമാനിൽ മരണപ്പെട്ടു. കോട്ടക്കൽ പുത്തൂർ സ്വദേശി അബ്ദുൽ സലാം 53 മരിച്ചത്. അബ്ദുൽ സലാം ഷാർജയിലെ ഗസയിൽ ഗ്യാസ് ഏജൻസി നടത്തി വരികയായിരുന്നു. മസ്കത്തിലെ കിംസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മയ്യത്ത് തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.